Hi, welcome to my channel Mathematics Made Easy by Mary MJ. Here I am discussing SCERT Class 9 Chapter 4 New Numbers. So we will move on to the last part of the chapter, division of new numbers. How to divide new numbers. So I will show you one example, 1 by root 2. So ഒരു നമ്പറിൽ ഒരു ഫ്രാക്ഷനിൽ ഡിനോമിനേറ്ററിൽ സ്ക്വയർ റൂട്ട് വരാൻ പാടില്ല. ഇഫ് സ്ക്വയർ റൂട്ട് ഇസ് കമ്മിങ് ഇൻ ദ ഡിനോമിനേറ്റർ വി ഹാവ് ടു റാഷണലൈസ് ദറ്റ് ഫ്രാക്ഷൻ. സോ ഇങ്ങനെ 1 by root 2 താഴെ റൂട്ട് 2 ആ വരുന്നതെങ്കിൽ വി ഹാവ് ടു മൾട്ടിപ്ലൈ ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ ബൈ ദ സെയിം നമ്പർ. റൂട്ട് 2 കൊണ്ട് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. ആൻഡ് we can write this as 1 into root 2 is root 2 divided by root 2 into root 2 is 4. Root 4 that is equal to root 2 by 2. ഇപ്പോൾ നമുക്ക് കാണാം ഡിനോമിനേറ്ററിൽ സ്ക്വയർ റൂട്ട് ഇല്ല. Then root 2 we know the value is 1.41 divided by 2 and that is equal to 0.705. So denominator സ്ക്വയർ റൂട്ട് ഒഴിവാക്കുക ഡിനോമിനേറ്ററിൽ നിന്ന്. സോ ഇഫ് ഇറ്റ് ഈസ് 1 by root 3, 1 by root 3 ആണെങ്കിൽ 1 by root 3 ഇൻറ്റു ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും റൂട്ട് 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ആൻഡ് വിൽ ഗെറ്റ് ഇറ്റ് ആസ് root 3 by root 3 into root 3 is 3. That is 1.73 divided by 3 and സാധാരണ ഡിവിഷൻ ചെയ്യുക 0.5. 23ൽ 3 7 times then 26. 0.576 is 1 by root 3. ഇനി ഈ ഡിനോമിനേറ്ററിൽ 1 by root 3 root 2 plus 1 ഡിനോമിനേറ്ററിൽ സം ഓഫ് 2 വാല്യൂസ്, ഒന്ന് റാഷണൽ നമ്പർ ഒന്ന് ഇറാഷണൽ നമ്പർ അല്ലെങ്കിൽ രണ്ടും ഇറാഷണൽ നമ്പർ ഡിനോമിനേറ്ററിൽ വരുവാണെങ്കിൽ വാട്ട് യു ഹാവ് ടു ഡു ഇസ് വി ഹാവ് ടു റാഷണലൈസ് ദ ഡിനോമിനേറ്റർ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് റാഷണലൈസ് ചെയ്യുന്നത്? That is multiply the numerator and denominator with its conjugate. ഈ root 2 plus 1 conjugate ആണ് root 2 minus 1. So root 2 minus 1 കൊണ്ട് മുകളിലും താഴെയും multiply ചെയ്യാം. So this can be written as root 2 minus 1 divided by root 2 plus 1 into root 2 minus 1 is root 2 square minus 1 square. അതായത് a plus b into a minus b is a square minus b square. So root 2 plus 1 into root 2 minus 1 is root 2 square minus 1 square and that is equal to root 2 minus 1 by root 2 square എന്ന് വെച്ചാൽ it is 2 minus 1. That is equal to root 2 minus 1 by 1 or root 2 ന് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക 1.41 minus 1 that is 0.41. So that is a way of simplifying. If irrational number ഡിനോമിനേറ്ററിൽ വരുമ്പോൾ അതൊരു സാധാരണ നമ്പറായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ റാഷണലൈസ് ചെയ്യുന്നത്. സോ റാഷണലൈസിങ് മീൻസ് മൾട്ടിപ്ലൈയിങ് ദ ന്യൂമറേറ്റർ ആൻഡ് ഡിനോമിനേറ്റർ വിത്ത് ഇറ്റ്സ് കോൺജുഗേറ്റ്. So 1 by root 2 plus 1 you can multiply by root 2 minus 1 by root 2 minus 1. ഇതേപോലെ ഡിനോമിനേറ്ററിൽ 1 by root 3 minus 1 ആണെങ്കിലോ അല്ലെങ്കിൽ root 3 minus root 2 ആണെങ്കിലൊക്കെ കോൺജുഗേറ്റ് എടുത്ത് മുകളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. Now we will move on to the activity question, page number 60. Page number 60, question number 1. The question is, calculate the length of the sides of equilateral triangle given below correct to a millimeter. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന ട്രയാങ്കിളിൽ ഹൈറ്റ് ആണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഹൈറ്റ് ഇസ് ഗിവൺ ആസ് 4 centimeter. ആൻഡ് ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് അവിടെ തന്നിട്ടില്ല. സോ വിൽ ടേക്ക് ദീസ് സൈഡ്സ്. ഇനിയിപ്പോൾ ഇവിടെ ആംഗിൾ നമുക്കറിയാം, ഇക്വലാറ്ററൽ ട്രയാങ്കിളിൻ്റെ ആംഗിൾ 60 degree ആണ്. പെർപെൻഡിക്കുലർ വരയ്ക്കുന്നതുകൊണ്ട് അത് 90, ദിസ് വിൽ ബി 30. ആൻഡ് വി നോ ദാറ്റ് ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഓഫ് 30-60 ട്രയാങ്കിൾ, ഇപ്പോൾ ഈ മാർക്ക് ചെയ്തിരിക്കുന്നത് എ ബി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ, ദറ്റ് ഇസ് ട്രയാങ്കിൾ എ ബി സി ഇസ് 30-60-90 ട്രയാങ്കിൾ. Therefore ratio is 1:√3:2. ഇപ്പോൾ ഈ സൈഡ്സിൻ്റെ റേഷ്യോ ആണ്, ഈ എ ബി സി എന്ന് പറഞ്ഞ ട്രയാങ്കിളിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ ആണ് 1:√3:2. അതിൽ
ഹൈറ്റ് ഓപ്പോസിറ്റ് ടു 60 ഡിഗ്രി 4 സെൻറ്റിമീറ്റർ ആണ്. ഓപ്പോസിറ്റ് ടു 60 ഡിഗ്രി ആണ് 4 സെൻറ്റിമീറ്റർ. ദാറ്റ് ഈസ് ദ ഹൈറ്റ് എ ബി. സോ ദാറ്റ് ഹൈറ്റ് ഇവിടെ √3ക്ക് പകരം വരേണ്ടതാണ് 4 സെൻറ്റിമീറ്റർ. സോ ഹൗ ടു മേക്ക് ദിസ് √3 ആസ് 4? അപ്പോൾ √3ക്ക് പകരമാണ് 4 വരേണ്ടത്. സോ ഐ ഷുഡ് ഗെറ്റ് ദർ 4. അവിടെ 4 കിട്ടണം. അപ്പോൾ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അറ്റ് ദ സെയിം ടൈം √3 ക്യാൻസലായി പോകണം. സോ √3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. സോ √3 ക്യാൻസലായി പോകും, അതിന് പകരം 4 അവിടെ വരും. അപ്പോൾ ഈ ചെയ്യുന്നത് കംപ്ലീറ്റ് റേഷ്യോനെ ചെയ്യണം. സോ വാട്ട് യു വിൽ ഗെറ്റ് ഇസ് 4/√3 ഈസ് ടു √3 into 4/√3 is 4 is to 8/√3. So 30ക്ക് ഓപ്പോസിറ്റ് 4/√3, 90ക്ക് ഓപ്പോസിറ്റ് ഹൈപ്പോട്ട്ന്യൂസ് 8/√3 ആണ് വരുന്നത്. ഈ 8/√3നെ ഇങ്ങനെ തന്നെ എഴുതാൻ പറ്റില്ല, ബിക്കോസ് ഡിനോമിനേറ്റർ കൺസിസ്റ്റ് ഓഫ് സ്ക്വയർ റൂട്ട്. ഹൗ ടു ചേഞ്ച് ദാറ്റ്? സോ എ സി ഇസ് ഈക്വൽ ടു 8/√3. ഡിനോമിനേറ്ററിൽ √3 വരുമ്പോൾ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും √3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ആൻഡ് യു വിൽ ഗെറ്റ് ദ ആൻസർ ആസ് 8√3/3. ഇറ്റ് ഈസ് ആസ്ക്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി ലെങ്ത് ഓഫ് ദ സൈഡ്. അപ്പോൾ ലെങ്ത് ഓഫ് ദ സൈഡ് എഴുതുമ്പോൾ അവിടെ കറക്റ്റ് മില്ലിമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ 8 into 1.73 ഡിവൈഡഡ് ബൈ 732 കൂടെ എടുക്കാം, കാരണം കറക്റ്റ് വേ മില്ലിമീറ്റർ റൗണ്ട് ഓഫ് ചെയ്ത് എഴുതാം. ഡിവൈഡഡ് ബൈ 3. ആൻഡ് സിംപ്ലിഫൈയിങ് ദിസ് 3 ഇവിടെ ക്യാൻസൽ ചെയ്യുമ്പോൾ 0. അപ്പോൾ 8 into 0.5 റിമൈനിങ് എത്ര വരും? 15 കഴിഞ്ഞാൽ ബാക്കി 23. സോ 7 21 ആവും. ബാക്കി 22ൽ അഗെയിൻ 7 0.7577. സോ മൾട്ടിപ്ലൈയിങ് ദിസ് 0 4 56 60 56 plus 4 it is 60. 40 plus 6 46. So 3 decimal place and 4.600. So that is equal to കൂടെ അവിടെ മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. 56 ആണ് അവിടെ ഞാൻ അവിടെ എഴുതിയത്. സ്മോൾ ഡിഫറൻസ് ഇസ് ദർ. അപ്പോൾ അവിടെ 8 7s are 56. 56 plus 5 61, then 46. 4616. അപ്പോൾ അവിടെ 3 ഡെസിമൽ പ്ലേസ് ഉണ്ട്. അപ്പോൾ 4.616. അതിനെ സിംപ്ലിഫൈ ചെയ്തിട്ട് ദിസ് മച്ച് സെൻറ്റിമീറ്റർ. ആ സെൻറ്റിമീറ്ററിന് നമ്മൾ മില്ലിമീറ്ററിൽ കൺവേർട്ട് ചെയ്യണമെങ്കിൽ മൾട്ടിപ്ലൈ ബൈ 10. ദാറ്റ് ഈസ് ഈക്വൽ ടു 46.16. ദാറ്റ് മച്ച് സെൻറ്റിമീറ്റർ. സോറി, അത്രയും മില്ലിമീറ്റർ. സെൻറ്റിമീറ്ററിന് മൾട്ടിപ്ലൈ ബൈ 10 ടു ഗെറ്റ് മില്ലിമീറ്റർ. So the answer will be 46.16 millimeter. Ini next question, second one. Second question is, prove that √2 plus 1 into √2 minus 1 is equal to 1. 1 ആണ് പ്രൂവ് ചെയ്യണം. Use this to compute 1 by √2 minus 1 correct to 2 decimal places. അപ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഈ പ്രൂഫാണ്. √2 plus 1 into √2 minus 1 is equal to a plus b into a minus b എന്ന് പറയുന്നത് a square minus b square. That is √2 square minus 1 square. That is 2 minus 1 which is equal to 1. അതാണ് ഫസ്റ്റ് പ്രൂഫ്. അതിൻ്റെ സെക്കൻഡ് പാർട്ടാണ് ഫൈൻഡ് 1 by √2 minus 1. സോ എങ്ങനെയാണ് 1 by √2 minus 1 കാണുന്നത്? സോ ഐ ടോൾഡ് യു, ഡിനോമിനേറ്റർ ഇങ്ങനെ ഇറാഷണൽ നമ്പേഴ്സ് ആയിട്ട് വരികയാണെങ്കിൽ, സം ഓഫ് ഇറാഷണൽ നമ്പേഴ്സ് ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് കോൺജുഗേറ്റ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്യണം. ദറ്റ് ഈസ് റാഷണലൈസിങ് ദ ഡിനോമിനേറ്റർ. സോ 1 by √2 minus 1നെ ഇൻറ്റു അതിൻ്റെ കോൺജുഗേറ്റ് എടുക്കുക എന്ന് പറഞ്ഞാൽ √2 minus 1ൻ്റെ √2 plus 1 ആണ്. അപ്പം ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും √2 plus 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. ദറ്റ് ഈസ് √2 plus 1 ഡിവൈഡഡ് ബൈ √2 square minus 1 square.
and that is equal to root 2 plus 1 divided by 1. അത് ഓൾറെഡി നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചാൽ ഡിനോമിനേറ്റർ root 2 minus 1 into root 2 plus 1 already we have proved here. So that is equal to root 2 ന് 1.41 plus 1 that is equal to 2.41. So എത്ര ഡെസിമൽ പ്ലേസ് ആണെന്ന് നോക്കുക, 2 ഡെസിമൽ പ്ലേസ് ആക്കിയിട്ട് സോ 1.41 എടുത്താൽ മതി. കൂടുതൽ ഡെസിമൽ പ്ലേസ് വരുമ്പോൾ നമ്മൾ ആ റൂട്ട് 2ൻ്റെ വാല്യൂ കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ചെയ്തെടുക്കണം. So that is 2.41. Now third question there. Compute 1 by root 2 plus 1. ഈ റൂട്ട് 2 പ്ലസ് 1നെ ഡിനോമിനേറ്ററിൽ വരുമ്പോൾ എന്ത് ചെയ്യണം, അതിനെയും റാഷണലൈസ് ചെയ്യുക. റാഷണലൈസ് ചെയ്യുമ്പോൾ 1 by root 2 plus 1 എന്താവും, ഇൻറ്റു root 2 minus 1 divided by root 2 minus 1. So numerator is root 2 minus 1, denominator is 1. And that is equal to 1.41 minus 1, that is 0.41. That is a third question. Now fourth one. Fourth one, simplify root 3 minus root 2 into root 3 plus root 2. Use this to compute 1 by root 3 minus root 2 and 1 by root 3 plus root 2. ഇതും സെയിം മെത്തേഡാണ് ചെയ്യേണ്ടത്. So root 3 minus root 2 into root 3 plus root 2 can be written as a plus b into a minus b root 3 square minus root 2 square. That is equal to 3 minus 2, that is 1. Then അതിലുള്ള next question 1 by root 3 minus root 2. So what you have to do, multiply by the conjugate. 1 by root 3 minus root 2 into root 3 plus root 2 by root 3 plus root 2. That is root 3 plus root 2 divided by 1. Root 3 is 1.73 plus root 2 is 1.41. Add ചെയ്യുമ്പോൾ 3 plus 1 4, then 11, 3.14. Same way തന്നെ 1 by root 3 plus root 2 ചെയ്യാം. അതിനെ റാഷണലൈസ് ചെയ്യുമ്പോൾ 1 by root 3 plus root 2 into root 3 minus root 2 by root 3 minus root 2. That is equal to denominator നമ്മൾ നേരത്തെ ചെയ്തു വെച്ചു, that is equal to 1. ന്യൂമറേറ്റർ മാത്രമേ ഇനി ചെയ്യാനുള്ളൂ, that is 1.73 minus 1.41. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ 2, 3.0, 0.32. So that is the way of dividing new numbers. The next one, question number 4 ആയിരുന്നു ചെയ്തത്. Then fifth one. Prove that root of 2 by 3 is equal to 2 into root of 2 by 3. And root of 3 by 8 is equal to 3 into root of 3 by 8. Can you find other numbers like this? Can you find other numbers like this? So first one is to prove root of 2 by 3 is equal to 2 into root of 2 by 3. ഇതാണ് പ്രൂവ് ചെയ്യണം. So first here given it is in mixed fraction. അതിനെ മാറ്റി proper fraction ആക്കാം. So that is multiplying 2 into 3 gives 6, 6 plus 2 is 8. ഇപ്പോൾ 8 by 3. അതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോഴോ 8നെ 4 into 2 divided by 3. And that is equal to 4 into square root 2 ആണ്. So 2 root of 2 by 3. So first part നമ്മളിവിടെ പ്രൂവ് ചെയ്തു. ഇനി second part. Root of 3 by 8. Make it as proper fraction. So multiplying 8 into 3 is 24 plus 3 is 27 divided by 8. And 27 can be written as 9 into 3. Perfect square ൻ്റെ കൂടെ multiply ചെയ്യുന്ന പോലെ എഴുതാം. That is equal to square root of 9 is 3 into root of 3 by 8. So this also we proved.
അപ്പോൾ ഇവിടുത്തെ ക്വസ്റ്റ്യൻ ക്യാൻ യു ഫൈൻഡ് അതർ നമ്പേഴ്സ് ലൈക്ക് ദിസ്. അപ്പോൾ ബാക്കിയുള്ള നമ്പേഴ്സ് കാണണമെങ്കിൽ നമ്മൾ ഇതിനൊരു ജനറൽ ആയിട്ടൊരു ഇക്വേഷൻ കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് റൂട്ട് ഓഫ്, ഇവിടെ നോക്കുക 2/3. 2/3 എന്ന് പറയുമ്പോൾ ഇവിടെ n ആണെങ്കിൽ n/2² - 1 ആണ് ഡിനോമിനേറ്ററിൽ. ഇവിടെ നോക്കൂ 8ന് പകരം 3² - 1. So generally how can you write n/n² - 1? That will be equal to n into root of n/n² - 1. So ഏത് നമ്പേഴ്സും എടുത്ത് നമുക്ക് ഇത് വെച്ചൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. സോ ദാറ്റ് ഈസ് നമ്മൾ 4 യൂസ് ചെയ്യുകയാണെങ്കിലോ റൂട്ട് ഓഫ് 4 ഡിനോമിനേറ്ററിൽ എന്ത് വരും 4² - 1, that is 15. സോ അത് സാറ്റിസ്ഫൈഡ് ആവുന്നുണ്ടോ നോക്കണം. റൂട്ട് ഓഫ് 60, 4 into 15 into 4 is 60, 60 plus 4 is 64 divided by 15. That can be written as 64 16 into 4 എന്ന് എഴുതാം. And 16ൻ്റെ സ്ക്വയർ റൂട്ട് 4 ആണ്. സോ ദിസ് ഇസ് ദ സെയിം ആസ് 4 root of 4/15. ഇനി 5 ആണെങ്കിലോ 5 വെച്ച് ഇതേപോലെ കിട്ടുന്നുണ്ടോ നോക്കാം. 5 എന്താ ഡിനോമിനേറ്ററിൽ വരിക 5² - 1, that is 25 - 1, that is 24. So we'll try whether you are able to write in the same form, that is 24 into 5. 24 into 5 is 120. 120 plus 5 is 125 divided by 24. And how can you write this? This is equal to 125 in it, 25 into 5 divided by 24. So that is the same as 5 root of 5/24. സോ ഏത് നമ്പേഴ്സും ഈ ഫോമിലുള്ള നമ്പേഴ്സിനെയൊക്കെ നമുക്ക് ഇങ്ങനെ ആക്കിയിട്ട് എഴുതാം. ദാറ്റ് ഈസ് റൂട്ട് ഓഫ് n/n² - 1 is equal to n into root of n/n² - 1. Okay. Then next, moving on to the 6th question. Question number 6. All red triangles in the picture are equilateral. ഈ ഇതിനകത്തുള്ള എല്ലാ റെഡ് ട്രയാങ്കിൾസും ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസ് ആണ്. അപ്പോൾ എല്ലാ സൈഡ്സും സെയിം ആയിരിക്കും. വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ സൈഡ്സ് ഓഫ് ഔട്ടർ ആൻഡ് ഇന്നർ സ്ക്വയർ? ഔട്ടർ സ്ക്വയർ എന്ന് പറയുന്നത് AHഉം ഇന്നർ സ്ക്വയർ എന്ന് പറയുന്നത് PQ ആണ്. അപ്പോൾ ആ ലെങ്ത്തിൻ്റെ റേഷ്യോസ് ആണ് കാണേണ്ടത്. സപ്പോസ് ദ ലെങ്ത് ഓഫ് ദ ഇക്വിലാറ്ററൽ ട്രയാങ്കിളിൻ്റെ സൈഡ്സ് നമുക്ക് 2a ആക്കിയെടുക്കാം. അതേപോലെ തന്നെ ഈ സൈഡും 2a. എല്ലാ സൈഡ്സും 2a ആണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾസിൻ്റെ സൈഡ്സ്. അപ്പോൾ ഈ സൈഡ് 2a. Then now we have to find out what is the length of the outer square. അതിന് AEയുടെ ലെങ്ത്ത് കാണണം. AEയുടെ ലെങ്ത്ത് എങ്ങനെ കണ്ടുപിടിക്കും? ഈ ഫുൾ ലെങ്ത്ത് AB എന്ന് പറയുന്ന ലെങ്ത്ത് 2a ആണ്. അപ്പോൾ അതിൻ്റെ പകുതി എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഇസ് A. ആ A ആണ് ഈ ഭാഗത്ത് വരിക ED. കാരണം ഈ ലെങ്ത്ത് തന്നെയാണ് ഇവിടെയും വരുന്നത് ED. സോ ED ഈസ് ഈക്വൽ ടു A, AD ഈസ് ഈക്വൽ ടു 2a. ഹൗ മച്ച് ഇസ് AE? പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്താൽ മതി. AE is equal to root of hypotenuse square, that is 2a² minus a², that is equal to root of 4a² minus a², that is equal to root 3a. Root of 3a² root a² റൂട്ടിൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ a എന്ന് എഴുതാം. So this side is root 3a. Same way this length also will be same as other one, that is this also is root 3a. And this FH equilateral triangle the side ആണ്, this is 2a. So what is the length of AH? That is the bigger side of the outer side of the square, one side of the square. So AH is equal to AE plus EF plus FH, and AE is equal to root 3a, EF is equal to root 3a, and FH is equal to 2a. എല്ലാത്തിലും a കോമൺ ആണ്. അതേപോലെ റൂട്ട് 3a പ്ലസ് റൂട്ട് 3a ഇസ് ദ സെയിം ആസ് 2 root 3a പ്ലസ് 2a, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2a ഈസ് കോമൺ ഇൻ ബോത്ത്. ക്യാൻ റൈറ്റ് ദ 2a പുറത്തെടുക്കുക, ബാക്കി റൂട്ട് 3 പ്ലസ് ഇവിടെ 1. സോ റൂട്ട് 2a ഇൻറ്റു റൂട്ട് 3 പ്ലസ് 1 ആണ് AH ഔട്ടർ സ്ക്വയറിൻ്റെ വൺ സൈഡ്.
ഇനി കാണേണ്ടതാണ് പി ക്യൂവിൻ്റെ ലെങ്ത്ത്. പി ക്യൂവിൻ്റെ ലെങ്ത്ത് ഈ ഫുൾ ലെങ്ത്തിൻ്റെ മെഷർമെൻ്റ് ആണ് നമുക്കിവിടെ ഉള്ളത് 2a × √3 + 1. അതിനകത്തുനിന്ന് ഈ ലെങ്ത്തും ദാറ്റ് ഈസ് പി ബി എന്ന് പറയുന്ന ഇവിടം വരെയുള്ള ഈ ലെങ്ത്ത് സബ്ട്രാക്ട് ചെയ്യുക. ദാറ്റ് ഈസ് വൺ സൈഡ് ഓഫ് ദി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഈസ് 2a ആൻഡ് ഹിയർ ഓൾസോ ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ലെങ്ത്തും 2a ആണ്, അതും വൺ സൈഡ് ഓഫ് ദി ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ആ രണ്ട് 2a ആഡ് ചെയ്തിട്ട് ഫുൾ ലെങ്ത്തിൽ നിന്ന് മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ വിൽ ഗെറ്റ് ദ ലെങ്ത് ഓഫ് പി ക്യൂ. ഫുൾ ലെങ്ത്തിൽ നിന്ന് ദാറ്റ് ഈസ് ഒരു സൈഡ് ഓഫ് ദ സ്ക്വയറിൽ നിന്ന് ഈ ലെങ്ത്ത്, അതായത് ക്യൂ, ദിസ് ഇസ് എം, ക്യൂ എം എന്നുള്ള ലെങ്ത്തും ബി പി എന്നുള്ള ലെങ്ത്തും സബ്ട്രാക്ട് ചെയ്യുക. സോ വിൽ ഗെറ്റ് ദ ലെങ്ത് ഓഫ് പി ക്യൂ. സോ വി ക്യാൻ റൈറ്റ് പി ക്യൂ ഇസ് ഈക്വൽ ടു, ഈ പി ക്യൂവിൻ്റെ ലെങ്ത്ത് കാണണമെങ്കിൽ പി ക്യൂ ഇസ് ഈക്വൽ ടു ടോട്ടൽ ലെങ്ത്ത് ഇവിടുന്ന് ഇവിടം വരെയുള്ള ലെങ്ത്താണ് ബി എം മൈനസ് ബി പി പ്ലസ് ക്യൂ എം. അതിൽ ബി എം എന്ന് പറയുന്നത് തന്നെയാണ് എ എച്ച്, ബിക്കോസ് ബോത്ത് ആർ സൈഡ്സ് ആർ ഒരു സൈഡ് ഓഫ് ദി സ്ക്വയർ ആണത്. സോ ദാറ്റ് ഈസ് ബി എം ഇസ് ഈക്വൽ ടു 2a × √3 + 1 minus bp. bp is 2a, qm is also 2a. So that is 2a × √3 + 2a minus 4a. That is 2a √3 + 2a minus 4a is minus 2a. ഈ രണ്ടെണ്ണത്തിലും 2a കോമൺ ആണ്. സോ 2a പുറത്തെടുക്കാം, ബാക്കി √3 - 1. സോ ദിസ് ഈസ് ദ ലെങ്ത് ഓഫ് ദി സ്മോളർ സ്ക്വയർ. ഇതിൻ്റെ സ്ക്വയറിൻ്റെ, ഈ ചെറിയ സ്ക്വയറിൻ്റെ ലെങ്ത്താണ് 2a × √3 - 1. ഇറ്റ് ഈസ് ആസ്ക്ഡ് ഫോർ ദ റേഷ്യോ ഓഫ് ഔട്ടർ സ്ക്വയർ to inner square is equal to 2a × √3 + 1 is to 2a × √3 - 1. Common terms 2a cancel ചെയ്യാം. So √3 + 1 is to √3 - 1 is the ratio of the bigger square to smaller square. So that's all in this chapter. Thank you for watching my video. Those who haven't subscribed, please like, share and subscribe, and also click on the bell icon for more updates and notifications. Bye.